നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ലിവർപൂൾ ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം മത്സരത്തിൽ നേടുകയായിരുന്നു. നമുക്കറിയാം, ലിവർപൂളിന്റെ മൈതാനമായ ആൻഫീൽഡിൽ വെച്ച് നടന്ന മത്സരത്തിൽ 23-ാമത്തെ മിനിറ്റിൽ ജോൺ സ്റ്റോൺസ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു. എന്നാൽ 50-ാമത്തെ മിനിറ്റിൽ അലക്സിസ് മാക്കാലിസ്റ്റർ പെനാൽറ്റിയിലൂടെ ലിവർപൂളിനെ ഒപ്പം എത്തിക്കുകയായിരുന്നു. പിന്നീട് മത്സരത്തിൽ ഗോളുകൾ ഒന്നും പിറന്നില്ല. മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് ലിവർപൂൾ തന്നെയായിരുന്നു. പക്ഷെ കൂടുതൽ ഗോളുകൾ നേടാൻ സാധിക്കാതെ പോയത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാവുകയായിരുന്നു. നമുക്കറിയാം, മത്സരത്തിന്റെ 47-ാമത്തെ മിനിറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സൺ മോറസ് ഡാർവിൻ ന്യൂനസിനെ ഫൗൾ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ലിവർപൂളിന് അനുകൂലമായ ഒരു പെനാൽറ്റി ലഭിച്ചത്. അങ്ങനെയാണ് അവർ സമനില നേടിയത്. പക്ഷെ ആ ഒരു ഫൗളിന്റെ അനന്തരഫലമായിക്കൊണ്ട് എഡേഴ്സൺ മോറസിന് പരിക്കേറ്റിരുന്നു. ഈ ഒരു പെനാൽറ്റിക്ക് ശേഷം അദ്ദേഹം കളിക്കളം വിടുകയും ചെയ്തു. മത്സരത്തിന്റെ 56-ാമത്തെ മിനിറ്റിൽ സ്റ്റെഫാൻ ഒർട്ടേഗ അദ്ദേഹത്തിന്റെ പകരമായിക്കൊണ്ട് എഡേഴ്സന്റെ പകരമായിക്കൊണ്ട് വരികയായിരുന്നു. ഏതായാലും താരത്തിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പ് ഗാർഡിയോള നൽകിയിട്ടുണ്ട്. ഇറ്റ് ഡസൻ ലുക്ക് ഗുഡ് എന്നാണ് ഇപ്പോൾ പെപ്പ് പറഞ്ഞിട്ടുള്ളത്. അതായത് അത്ര ഒരു നല്ല രൂപത്തിലല്ല നമുക്ക് തോന്നുന്നത്. പരിക്കൊരൽപ്പം ഗുരുതരമാണ്, സീരിയസ് ആണ് എന്ന് തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പ് ഗാർഡിയോളയുടെ വാക്കിൽ നിന്നും ഇപ്പോൾ വ്യക്തമാകുന്നത്. നമുക്കറിയാം, മാഞ്ചസ്റ്റർ സിറ്റി ഇനി മാർച്ച് 16-ാം തീയതി ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ എഡേഴ്സൺ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. എഡേഴ്സനെ കൂടി അവർക്കിപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം മാർച്ച് 24-ാം തീയതി ഇംഗ്ലണ്ടിനെതിരെ ഒരു സൗഹൃദ മത്സരം ബ്രസീൽ കളിക്കുന്നുണ്ട്. പിന്നീട് 3 ദിവസങ്ങൾക്ക് ശേഷം സ്പെയിനിനെതിരെ ബ്രസീൽ കളിക്കുന്നുണ്ട്. ഈ മത്സരങ്ങളിൽ എഡേഴ്സൺ ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല, വ്യക്തമാകേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. ഓൾറെഡി പരിക്ക് മൂലം ആലിസൺ ബക്കറെ ബ്രസീലിന് നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് എഡേഴ്സന്റെ കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. ഇത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.